It's me, your coding partner. Okay. സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 ദിവസം കൊണ്ട് എങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഡേ 2. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചെങ്കിൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ. ഈ നമ്പർ സിസ്റ്റം അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് അതുപോലെ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ഈ 3 കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ. അതായത് വലിയ പ്രോഗ്രാംസിനെ നമ്മൾ വലിയ ലൈൻസ് ഓഫ് കോഡ്സ് എഴുതുന്നതിന് പകരം ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ കോഡാക്കി എഴുതാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ കാണുന്ന നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കോഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം. ഓക്കെ. സോ ഡിലേ അടുപ്പിക്കണില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് എക്സ്പ്രസിങ് എ നമ്പർ. അതായത് ഇറ്റ്സ് എ മെത്തഡ് ഓഫ് എക്സ്പ്രസിങ് എ നമ്പർ, വിച്ച് മീൻസ് ഒരു നമ്പറിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അതിനെയാണ് നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെ നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ ചെറിയ ക്ലാസ് തൊട്ടേ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടറിന് നമ്മുടെ ഭാഷ അറിയില്ല, കമ്പ്യൂട്ടറിനെ ബൈനറിയാണ് അറിയുക, സീറോസ് ആൻഡ് വൺസ് മാത്രമേ അവർക്ക് അറിയുള്ളൂ എന്നല്ലേ. അപ്പോൾ ബൈനറി എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ. ഇനി അടുത്ത നമ്പർ സിസ്റ്റം ഏതാ? വേറൊരു നമ്പർ സിസ്റ്റം ഉള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഓക്കെ. നെക്സ്റ്റ് നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ. നമ്മളൊക്കെ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതായത് നമ്മൾ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് എഴുതും, എന്നിട്ട് 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ 0 വെച്ചിട്ട് ആഡ് ചെയ്യും, അങ്ങനെയുള്ളത് അല്ലേ. അപ്പോൾ അതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ. ഇനി ഈ നമ്പർ സിസ്റ്റമൊക്കെ ഏതുവരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. ഓക്കെ. ഇപ്പോൾ ഈ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് സീറോസും അതുപോലെ തന്നെ വൺസും മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു നമ്പർ ഉണ്ട് 10 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട 15 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടെന്ന് കരുതിക്കോ. ഈ 15 നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ സീറോസും വൺസും വെച്ചിട്ട് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓക്കെ, ഈ ബൈനറി നമ്പർ സിസ്റ്റം വെച്ചിട്ട് സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഈ 15 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണ്. ഇനി നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഈ 15 തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 തൊട്ടിട്ട് 7 വരെയുള്ള ഡിജിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ 15 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് 0 to 7 വിച്ച് ഇൻക്ലൂഡ്സ് 0, 1, 2, 3, 4, 5, 6, 7 ഈ 3 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ 15 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 0 to 7 എന്ന് പറയുമ്പോൾ 8 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 തൊട്ടിട്ട് 9 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ഡിജിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ 15 എന്ന് പറയുന്ന ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്.
ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഡിജിറ്റ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആൽഫബറ്റ് വെച്ചിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 0 തൊട്ടിട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ A to F വരെയുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ A, B, C, D, E, F ഇത്രയും ആൽഫബറ്റ്സ് വെച്ചിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 0 to 9 എന്ന് പറയുമ്പോൾ എത്ര ഡിജിറ്റ്സ് ആയി? 10 ഡിജിറ്റ്സ് ആയി അല്ലേ? ഇനി A to F എന്ന് പറയുന്ന ആൽഫബറ്റ്സ് എത്ര? 6 ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 10 + 6 = 16. 16 നമ്പേഴ്സും ആൽഫബറ്റ്സും വെച്ചിട്ട് നമുക്ക് ഈ 15 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബേസ് എന്ന് പറയുന്നത് 16 ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ദെൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും നമ്പർ സിസ്റ്റംസ് പഠിച്ചു. ലൈക്ക് ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഇങ്ങനെ 4 നമ്പർ സിസ്റ്റംസ് പഠിച്ചു. ഇനി ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, സോറി, ഓക്കെ. ഇങ്ങനെ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പറിനെ എങ്ങനെ വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ബൈനറിയിലുള്ള നമ്പർ സിസ്റ്റത്തിനെ വേറെ ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം? ഒക്ടലിലേക്ക് നമുക്ക് മാറ്റാം, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം, ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം ബൈനറിനെ. അതുപോലെ തന്നെ ഇനി ഒക്ടൽ എടുത്തോ. ഈ ഒക്ടൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് ബൈനറിലേക്ക് മാറ്റാം, അതുപോലെ തന്നെ ഡെസിമലിലേക്ക് മാറ്റാം, ഹെക്സാഡെസിമലിലേക്ക് മാറ്റാം. അതുപോലെ ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് ബൈനറിലേക്ക് മാറ്റാം, ഒക്ടലിലേക്ക് മാറ്റാം, ഹെക്സാഡെസിമലിലേക്ക് മാറ്റാം. ഇനി ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ബൈനറിലേക്ക് മാറ്റാം, ഒക്ടലിലേക്ക് മാറ്റാം, അതുപോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഈ ഇത്രയും കൺവേർഷൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റം, സോ ഞാനിവിടെ സൈസ് കുറച്ച് ചെറുതായിട്ട് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റം എടുത്തു. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ഫസ്റ്റ് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ബൈനറിയിലേക്കാണ്. പിന്നെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഡെസിമലിനെ ഒക്ടലിലേക്കാണ്. ദെൻ ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഹെക്സാഡെസിമലിലേക്കാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഈ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് എത്രയെന്നറിയോ? ഒരു 1, 2, 3, 4, അതായത് 1234 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെയാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഇനി ഇതിന് എഴുതുമ്പോൾ ഒരു വൃത്തിക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, 1234 എന്ന് പറയുന്ന നമ്പർ, അതിൻ്റെ ബേസ് എത്ര? ഡെസിമലിൻ്റെ ബേസ് ഞാൻ പറഞ്ഞു 10 ആണെന്നുള്ളത്. ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, this convert into
convert into ബൈനറി. ഓക്കെ, ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1234 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിനെ നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നത് ഒക്ടലിലേക്കാണ്. ഒക്ടലിൻ്റെ ബേസ് 8. അതുപോലെ തന്നെ ഇവിടെ 1234 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഹെക്സയിലേക്കാണ്. ഓക്കെ, സോ ഡെസിമൽ ടു ബൈനറി നമുക്ക് ഫസ്റ്റ് നോക്കാം. ഡെസിമൽ എന്ന് പറയുന്ന വാല്യൂ ഓക്കെ ഇവിടെ 1234 ആണ്. അപ്പോൾ അതിന് നമുക്ക് 1000 ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് ഇത് ഓക്കെ, ഇവിടെ 1234. ഓക്കെ, ഈ 1234 ഞാൻ 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, 1234 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടുക? 617 എന്ന് പറഞ്ഞുള്ള ഒരു റിസൾട്ട് കിട്ടും. ഈ 617 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടാം? റിമൈൻഡർ നമുക്ക് 0 ആയിരിക്കില്ല കിട്ടാം. റിമൈൻഡർ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. അതായത് ഈ 1234 മോഡ് 1234 മോഡ് 2 ചെയ്യണം. അതുപോലെ തന്നെ 1234/2 ചെയ്യണം. 1234 മോഡ് 2 ചെയ്യുമ്പോൾ എന്താ, ഈ 2ൽ 1234 ഡിവൈഡ് ചെയ്ത് പോകുമെന്നാണ് നോക്കുന്നത്. ഡിവൈഡ് ചെയ്ത് പോകും, റിസൾട്ട് 0 ആയിരിക്കും. അപ്പോൾ 0 ഇവിടെ നമ്മൾ ഇട്ടു. പിന്നെ 1234 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 617 എന്നുള്ള നമ്പറാണ് കിട്ടുക. വീണ്ടും ഈ 617 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ 617 വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 308 എന്ന് പറഞ്ഞുള്ള നമ്പറായിരിക്കും. ഓക്കെ, 308 എന്ന് പറയുന്ന നമ്പറിനെ ഈ 617 308 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് 617 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 നമ്മൾ ഇവിടെ ഇട്ടു. പിന്നെ 308 നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ 308 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 154. ഓക്കെ, 154 കൊണ്ട് ഓക്കെ 2 കൊണ്ട് 308 മോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക എത്ര? 0 ആയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി വീണ്ടും 154 ഡിവൈഡ് ചെയ്യണം. 154 വീണ്ടും ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 77 ആയിരിക്കും. അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി വീണ്ടും 77 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 34 ആയിരിക്കും. അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതായത് 77 2 പോകുമോ നോക്കുക, പോവില്ല, 2 ആയിരിക്കും ആൻസർ കിട്ടുക, 1 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഇനി വീണ്ടും 34 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 19 ആയിരിക്കും. 19, അതായത് 34 2 പോകുമോ നോക്കിക്കഴിഞ്ഞാൽ പോവും, ആൻസർ 0 ആയിരിക്കും, റിമൈൻഡർ 0 ആയിരിക്കും. ദെൻ അഗൈൻ ഓക്കെ, ഇനി 19 2 പോകുമോ നോക്കാം. 19 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്ര ആൻസർ? 9 ആയിരിക്കും. പിന്നെ 19 2 പോകുമോ? ഇല്ല, റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും ഈ 9 ഡിവൈഡ് ചെയ്യുക. 9 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആയിരിക്കും. 9
ടെന്നിലെ 2 പോവില്ല, റിമൈൻഡർ 1 ആയിരിക്കും. ആൻഡ് അഗെയിൻ 4നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 4ൽ 2 പോവും, റിമൈൻഡർ 0 ആയിരിക്കും. ദെൻ 2നെ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആൻസർ കിട്ടും. ആൻഡ് 2ൽ 2 പോവും ആൻഡ് റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടം ടു ടോപ്പ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ആൻസർ എടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 0 0 1 1 0 1 0 0 1 ദെൻ 0. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ബൈനറി ആൻസർ. അതായത് നമ്മൾ 1234 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 1234 എന്ന് പറയുന്ന ഒരു ഡെസിമൽ വാല്യൂവിനെ ബൈനറി വാല്യൂവിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും 1 0 0 1 1 0 1 0 0 1 0. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഡെസിമലിനെ ഒക്ടേലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സെയിം അപ്രോച്ചാണ്. 1234നെ നമ്മൾ സെയിം ഇതേപോലെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ഓക്കെ, ഇനി 1224നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒക്ടലിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒക്ടലിൻ്റെ പേസ് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 8 കൊണ്ടാണ്. ഓക്കെ, അതൊന്നും മനസ്സിൽ വയ്ക്കാം. അപ്പോൾ 1234നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പറഞ്ഞാൽ 154 ആണ്. പിന്നെ അതിൻ്റെ റിമൈൻഡർ എത്ര കിട്ടുക വെച്ചെങ്കിൽ 2 ആണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ 184നെ വീണ്ടും നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 19 ആയിരിക്കും. 19 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുക വെച്ചെങ്കിൽ 2 തന്നെയായിരിക്കും. വീണ്ടും ഈ 8 കൊണ്ട് 19നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. ഓക്കെ, 2 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. ആൻഡ് ദ റിമൈൻഡർ വിൽ ബി 3. ഓക്കെ, ഇനി ഈ 2നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ നേരത്തെ എടുത്ത ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 3 2 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, ബേസ് എത്രയാണ്? 8. ബേസ് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, 2 3 2 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നമുക്ക് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഓക്കെ, ഓക്കെ, ഇനി ഇവിടെ നമ്മളിതാ ഫസ്റ്റ് സാധാരണ പോലെ തന്നെ 1234 എന്ന് പറഞ്ഞ നമ്പർ എഴുതി. ഇനി നമ്മൾ 16 എന്ന് പറയുന്ന ബേസിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1234 എന്ന് പറയുന്ന നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? യെസ്, 77 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും കിട്ടുക. ആൻഡ് ദ റിമൈൻഡർ വിൽ ബി 2 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും റിമൈൻഡർ. ദെൻ അഗെയിൻ 77 എന്ന് പറയുന്ന ഒരു നമ്പറിനെ വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. റിമൈൻഡർ എന്ന് പറയുന്നത് 13 ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതിനെ നമ്മൾ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ആൻസർ കിട്ടാം? ഇവിടെ ആയിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, അതായത് നമ്മളിവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ എഴുതുകയാണെങ്കിൽ 4, 13, 2 അല്ലേ? പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, ബേസ് നമുക്ക് എഴുതാം 16 എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ ഹെക്സാഡെസിമലിൽ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതുവരെ നമുക്ക് ഡിജിറ്റൽ വാല്യൂവിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എ, ബി, സി, ഡി, ഇ, എഫ് എങ്ങനെയാണ് നമ്മൾ ഇത്തരം വാല്യൂസിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതായത് ആൽഫബറ്റ്സിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സോ 9th വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 അല്ല എടുക്കുക, പകരം എ ആണ് എടുക്കുക. പിന്നെ 11 പകരം ബി ആണ് എടുക്കുക, 12 പകരം സി ആണ് എടുക്കുക, 13 പകരം ഡി ആണ് എടുക്കുക, 14 പകരം ഇ ആണ് എടുക്കുക, 15 പകരം എഫ് ആണ് എടുക്കുക. ഓക്കെ, അതായത് 9, 10, 11, 12, 13, 14, 15. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 10, ബി എന്ന് പറഞ്ഞാൽ 11, സി എന്ന് പറഞ്ഞാൽ 12, ഡി എന്ന് പറഞ്ഞാൽ 13, ഇ എന്ന് പറഞ്ഞാൽ 14 ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ 15. സോ ഇവിടെ നമ്മുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 432 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുക? 413 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞത്? എ, ബി, സി, ഡി. അതായത് എ എന്ന് പറഞ്ഞാൽ 10, ബി എന്ന് പറഞ്ഞാൽ 11, സി എന്ന് പറഞ്ഞാൽ 12, ഡി എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, അപ്പോൾ 4D then 2 അതുപോലെ തന്നെ നമ്മൾ ഇട്ടു, എന്നിട്ട് 16. ഓക്കെ, ഇങ്ങനെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ മറ്റുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ബൈനറിയിലേക്കും ഒക്ടലിലേക്കും ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ സിസ്റ്റം, അതായത് ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെയാണ്. ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെയാണ് ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെയും നമുക്ക് ബൈനറിയിലേക്കും ഡെസിമലിലേക്കും ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ? ഇപ്പോൾ നമുക്ക് സപ്പോസ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 234 ആണെന്ന് വിചാരിച്ചോ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ കേട്ടോ. അതായത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന് ബേസ് 8 ആറുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബൈനറിലേക്കും അതുപോലെ തന്നെ ഡെസിമലിലേക്കും ഹെക്സാഡെസിമലിലേക്കുമാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒക്ടൽ ടു ബൈനറി നോക്കാം. ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റം അതായത് 234 8 ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് 2. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം 2, 3, 4 കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്കറിയാം 2ൻ്റെ പവേഴ്സ് നമുക്കറിയാം അല്ലേ? 2ൻ്റെ പവേഴ്സ് പറഞ്ഞാൽ 2 raised to 0, 2 raised to 1, then 2 raised to 3, 2 raised to 2, then 2 raised to 3. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് 0 തൊട്ടിട്ട് 7 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? ഇനി 2 raised to 1 എന്ന് പറഞ്ഞാൽ അത് 2 തന്നെയായിരിക്കും. അതുപോലെ തന്നെ 2 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അതുപോലെ തന്നെ 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വാല്യൂസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 2 raised to 1 എന്ന് പറഞ്ഞാൽ
ഇത് 1 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 0 0 0 1. മനസ്സിലായോ? അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 1 എന്ന നമ്പറിനെയാണ്. അതുപോലെ തന്നെ ഇനി 0 0 1 0 ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, അതായത് ഇവിടെ ഈ 2വിൻ്റെ അടിയിലല്ലേ നമ്മൾ 1 ഇട്ടുന്നത്. അപ്പോൾ 2വിൻ്റെ അടിയിൽ നമ്പർ 1 ഇട്ടത് കൊണ്ട് തന്നെ ഇത് 2 എന്നാണ് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി 0 0 1 1 ഇട്ടോ. അപ്പോൾ ഇവിടെ എന്താ 2വിലും നമ്മൾ 1 ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 1നും നമ്മൾ 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക വെച്ചെങ്കിൽ ഈ 2വിനെയും 1നെയും അങ്ങോട്ട് കൂട്ടുക. അപ്പോൾ എത്ര നമുക്ക് വാല്യൂ ആൻസർ കിട്ടിയത്? ഓക്കെ, കിട്ടിയ ആൻസർ 3 ആണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് 0 ഇവിടെ 1 ഇട്ട് കൊടുത്തു, ഇവിടെ 0 ഇട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ആൻസർ കിട്ടാം? ഇവിടെ നമ്മൾ 4ൻ്റെ അടിയിലാണ് 1 ഇട്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസറാണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 0 അതുപോലെ തന്നെ 1 0 1. ഇവിടെ എന്താ? ഇവിടെ നമ്മൾ 4ൻ്റെ അടിയിലും 1 ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 1ൻ്റെ അടിയിലും 1 ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും 0 ആണ് അല്ലേ. അതായത് ഇങ്ങനെ എടുക്കുക. ഓക്കെ, കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? 4ൻ്റെ അടിയിൽ 1 ഉണ്ട്, 1ൻ്റെ അടിയിൽ 1 ഉണ്ട്. അപ്പോൾ 4 + 1 5 ആയിരിക്കും ഇവിടെ ആൻസർ. ഇനി ഇവിടെ നോക്കിക്കോ, 0 1 1 0. ഇവിടെ അപ്പോൾ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 4ൻ്റെ അടിയിലും 1 ഉണ്ട്, അതുപോലെ തന്നെ 2ൻ്റെ അടിയിലും 1 ഉണ്ട്. അപ്പോൾ ആൻസർ വിൽ ബി 6. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഇനി എല്ലാവരുടെയും 1 ഇട്ട് വെക്കുക. 1 കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ 4ൻ്റെ അടിയിലുണ്ട്, 2ൻ്റെ അടിയിലുണ്ട്, 1ൻ്റെ അടിയിലുണ്ട്. അപ്പോൾ 4 + 2 + 1 എത്രയാണ്? 4 + 2 6, 6 + 1 7. അപ്പോൾ 7 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഈ ബൈനറിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, 3 ബൈനറി വാല്യൂസ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നോക്കിക്കോ, ഇനി 1 ആണ്. 1 ഇട്ടു ഇവിടെ ലാസ്റ്റ്. 7 കഴിഞ്ഞ 8 ആണല്ലോ. 8ൻ്റെ ഇടയിൽ 1 ഇട്ടു, ബാക്കിയുള്ളത് 0 ആയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 8 വരെയല്ലേ ഇത്. അപ്പോൾ 8 വരെ പറഞ്ഞാൽ 15 വാല്യൂസിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇവിടെ 1 ഇവിടെ 1 എല്ലാത്തിനെയും 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്ര വാല്യൂസ് പറ്റും? 8 + 4 എത്ര? 12. 12 + 2 എത്ര? 14. 14 1 + 1 എത്ര? 15. ഓക്കെ, 15 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ലിസ്റ്റ് ഏതാണ്? 15 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വാല്യൂ വരിക? 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 15 എന്ന് പറഞ്ഞാൽ F ആണ് വരിക. ഓക്കെ, ഇനി 14 ആണെന്ന് വിചാരിച്ചാൽ 1 0 0 1 1 1 1 0. ഇതാണ് 14. 14 എന്ന് പറഞ്ഞാൽ E. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ D C B A അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഒക്ടലല്ല നമ്മൾ എടുക്കുന്നത്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്ര 0 തൊട്ടിട്ട് 7 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കാം. ഓക്കെ, ഇതുവരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 3 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 3 പൊസിഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 4 2 1 പറഞ്ഞുള്ള 3 പൊസിഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 പൊസിഷൻസ് വേണം. 0 0 1 എന്നുള്ള പൊസിഷൻ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4നെ റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് 3 പൊസിഷൻ വെച്ചിട്ട് 4നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 4ൻ്റെ വാല്യൂ ഇവിടെ എത്ര വരുന്നത്? 1 0 0 അല്ലേ. 1 0 0. അതായത് ആ 1 0 0 ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി 3ൻ്റെ വാല്യൂ എത്ര വരുന്നത്? 3ൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് അല്ലേ. 3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 1 ആണ്. അതുപോലെ 0 1 1 ഇവിടെ കൊടുക്കുക. ഇനി 2ൻ്റെ വാല്യൂ ഉണ്ട് അല്ലേ. 2ൻ്റെ വാല്യൂ ഇവിടെ എത്ര വരുന്നത്? 2ൻ്റെ വാല്യൂ 0 1 0 ആണ് വരുന്നത്. അപ്പോൾ 0 1 0 ഇട്ട് കൊടുക്കുക. അതായത് 3 പൊസിഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4th പൊസിഷൻ ഇപ്പോൾ നോക്കണ്ട. ഇപ്പോൾ 4th പൊസിഷൻ വരുന്നത് ഹെക്സാഡെസിമലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 ആൻഡ് 1 1 0 ആൻഡ് 1 1 1. അതായത് എങ്ങനെ ഒരു 7 നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്.
ഇനി നമുക്ക് ഇവിടെ 000 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്നുള്ള നമ്പർ കേട്ടോ, അതോടെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് 3 പൊസിഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഒക്ടലിനെ നമുക്ക് ഡെസിമൽ നമ്പറിലേക്ക് എങ്ങനെ മാറ്റണമെന്ന് നോക്കാം. ഓക്കെ, ഒക്ടലിനെ ഡെസിമലിലേക്ക് നമ്മൾ മാറ്റുക പറഞ്ഞാൽ 2, 3, 4 എന്ന് പറയുന്ന നമ്പറിനെ, ഇവിടെ 8ആണ് ബേസ്, ഇനി അതിനെ നമുക്ക് 10 എന്ന് പറയുന്ന ബേസിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ 2, 3, 4 അല്ലേ, ഇതിൽ പൊസിഷൻസ് എടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ 8 നമ്മുടെ ബേസ്. സോ 8ൻ്റെ പവേഴ്സായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. 8 raised to 0, 8 raised to 1, 8 raised to 2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പർ ഇട്ടൂടെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ നമ്മൾ 8ൻ്റെ പവേഴ്സായിട്ട് നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് ആ നമ്പർ എടുക്കാം, അതായത് 4 എന്നുള്ള നമ്പർ എടുത്തു. ഓക്കെ, 4 എന്നുള്ള നമ്പർ എടുത്തു, എന്നിട്ട് ഇൻറ്റു 8 raised to 0, 8 raised to 0. അത് കഴിഞ്ഞ് ഓക്കെ, ഇനി അത് കഴിഞ്ഞ് പ്ലസ് ഇടുക, എന്നിട്ട് 3 ഇൻറ്റു 8 raised to 1, 8 raised to 1, ദെൻ പ്ലസ് ഇടുക. അത് കഴിഞ്ഞിട്ട് എന്താണ് 2 ഇൻറ്റു 8 raised to 2. ഓക്കെ, 8 raised to 2. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണ് ആൻസർ കിട്ടുക? 4 ഇൻറ്റു 8 raised to 0 പറഞ്ഞാൽ 8 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 1 ചെയ്യാം, എന്നിട്ട് പ്ലസ് ചെയ്യാം 3 ഇൻറ്റു 8 raised to 1. 8 raised to 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ, 8 അല്ലേ. ഓക്കെ, അപ്പോൾ 8, 3 ഇൻറ്റു 8 ചെയ്യാം, എന്നിട്ട് പ്ലസ് ചെയ്യാം വീണ്ടും 2 ഇൻറ്റു 8 raised to 2, വിച്ച് മീൻസ് 8 raised to 2 മീൻസ് 8 raised to 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 864 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 64 ചെയ്യാം, എന്നിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ നമുക്ക് കിട്ടുന്നത് 4 + 24 + 128, വിച്ച് ഈസ് ഈക്വൽസ് ടു 156 എന്ന് കിട്ടും. അതായത് 166നെ ഓക്കെ ഡെസിമലിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ബേസ് 10. ഓക്കെ, അതായത് 234 ടു ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 156. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒക്ടലിനെ ഹെക്സാഡെസിമലിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഓക്കെ, ഒക്ടൽ എന്ന് പറയുന്ന നമ്പർ എത്രയാണ്? നമ്മൾ പറയുന്നത് 2, 3, 4. ഓക്കെ, 2, 3, 4 എന്ന് പറയുന്ന 8 ആണ് ബേസ്. ഇനി 2, 3 എന്ന് പറയുന്ന നമ്പറിനെ 2, 3, 4 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്? ബേസ് 16ലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് 2, 3, 4. ഓക്കെ, ഇതിനെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെ നമ്മൾ ചെയ്തില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ബൈനറിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ബൈനറിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ എന്താണ് കിട്ടുന്നത്? 0, 1, 0. ഓക്കെ, 0, 1, 0. ദെൻ 3ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 0, 1, 1 ആണ്. ഈ 4ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1, 0, 0 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്ര എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും ആയില്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇതിനൊന്ന് കൂട്ടി എഴുതുക. അതായത് 0, 1, 0, 0, 1, 1, 1, 0, 0. ഇതിങ്ങനെയാണ് നമ്മൾ കൂട്ടി എഴുതുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ നമ്മളിപ്പോൾ കണ്ടു ഹെക്സാഡെസിമലിലേക്കാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ബേസ് 16 ആണ്. ഓക്കെ, ബേസ് 16 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ ഈ 3 പൊസിഷൻസ് മാത്രം നോക്കിയാൽ മതിയെന്ന്. അതെന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഒക്ടലിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. ഒക്ടലിൽ നിന്ന് ബൈനറിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒക്ടലിൻ്റെ ആ ഒരു ഇതായത് കൊണ്ടാണ് ഞാനിവിടെ
3 പൊസിഷൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞത്. കാരണം 0 തൊട്ടിട്ട് 7 വരെ ഒക്ടലിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ഹെക്സൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താ 0 തൊട്ടിട്ട് 9 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ 10 അതായത് എ തൊട്ടിട്ട് എഫ് വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ 4 പൊസിഷൻസ് വേണം. അതായത് ഇവിടെ ഞാൻ കണ്ടില്ലേ, എഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പൊസിഷൻസ് നമുക്ക് വേണം. 4 പൊസിഷൻസും 1 ആയി കഴിഞ്ഞാലാണ് എഫിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ഇതിനെ നമുക്ക് 4 പൊസിഷൻസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് നോക്കിക്കോ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഒരു ഗ്യാപ്പ് ഇട്ടു. ഇനി ദെൻ അഗെയിൻ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, അഗെയിൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. ഇനി 0 ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ്ട്രാ 3 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ലെഫ്റ്റിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ റിമൈനിങ് പാർട്ട് ഫിൽ ചെയ്യാം. അതായത് ഓക്കെ, ഇപ്പോൾ 8 വരെ നമ്മൾ എഴുതി. ഇനി 9 എഴുതാനുണ്ടെങ്കിൽ 1 0 0 1 which will be equals to 9. Then 1, then 0, again 1 0 which will be equals to, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്, 8 + 2 അതായത് 10 ആണ്. പക്ഷേ നമ്മൾ 10ന് നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞുള്ള വാല്യൂ ആണ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്താണ് 1 0 1 0 which is equals to 8 + 2 + 1 അതായത് 8 + 2 = 10 and 2 + 1 is equals to 11. അപ്പോൾ 11നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി, അതായത് 1 0 0 അതായത് 8 + 2 14 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. 12 8 + 2 പറഞ്ഞാൽ 8 + 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ് സി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി 13 അതായത് 13 എന്ന് പറഞ്ഞാൽ 13 ഇങ്ങനെ നമുക്ക് കിട്ടുക 8 + 4 + 1 അല്ലേ. അതായത് 8 + 4 12 12 + 1 13. അതായത് ആ പൊസിഷൻ മാത്രം നമ്മൾ 1 ആയി കൊടുക്കുക. 0 1 അതായത് 8 + 4 12 12 + 1 13 which means D. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് 8 + 4 + 2 അതായത് 8 + 4 എന്ന് പറഞ്ഞാൽ 12 12 + 2 പറഞ്ഞാൽ 14 നമുക്ക് ഇ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 നമുക്ക് എഫ് പറഞ്ഞിട്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വാല്യൂ തന്നെ കണ്ടുപിടിക്കാം. 0 0 0 പറഞ്ഞാൽ എന്താ 0 തന്നെയാണ്. ഇനി 1 0 0 1 അത് ഇവിടുന്ന് ടേബിളിൽ നമുക്ക് കണ്ടുപിടിക്കാം. 1 0 0 1 which is equals to 9 and 1 1 0 0 1 1 0 0 എവിടെയാണുള്ളത് 1 1 0 0 which is equals to C. So the value will be equals to 9C which is the form of hexadecimal. ബേസ് 16 ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 9C എന്നത് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം കഴിഞ്ഞു, ബൈനറി നമ്പർ സിസ്റ്റം കഴിഞ്ഞു, ഡെസിമൽ നമ്പർ സിസ്റ്റം കഴിഞ്ഞു, പിന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം കഴിഞ്ഞു. ഇനി നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ആക്കാം. ബൈനറി നമ്പർ സിസ്റ്റത്തിന് ഏതിലേക്കൊക്കെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ആയിട്ട് എടുക്കുന്ന സംഖ്യ എത്ര വെച്ചെങ്കിൽ 1010 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം. ഓക്കെ, 1010 എന്ന് പറയുന്ന ബേസ് 2 ആയിട്ടുള്ള ഒരു നമ്പർ, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റ് ഞാൻ ബൈനറി ടു ഒക്ട ആണ് എടുക്കുന്നത്. ബൈനറി ടു ഒക്ട പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 1010 ബേസ് 2 കൺവേർട്ടിങ് ടു ബേസ് 10. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 1010 ആണ്. ഇനി ഇവിടെ ഒക്ടലിലേക്കാണല്ലേ. ഒക്ടലിലേക്ക് ആകുമ്പോൾ എന്താണ് ബേസ് എത്രയാണ് 8. ഓക്കെ, അപ്പോൾ 1010നെ നമ്മൾ ബേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇവിടുത്തെ ഈ 3 പൊസിഷനുള്ള ട്രൂത്ത് ടേബിളാണ് ഒക്ടലിനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 1010നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ നമ്മൾ 3 പൊസിഷൻ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, 0 1 0 പറഞ്ഞ ഒരു പൊസിഷൻ എടുക്കുക, ഇനി 1 എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ 2 zeros ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 പൊസിഷൻ ആയില്ലേ. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ് 1 0 1 0 പറഞ്ഞാൽ എത്രയാണ് 0 1 0 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, 1 2 ഇതാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിന്
ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 1 2 വിച്ച് ഈസ് ബേസ് പറയുന്നത് 8 ആയിരിക്കും. ഇനി അടുത്തേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബൈനറി ടു ഡെസിമൽ. ബൈനറി ടു ഡെസിമലിനെ നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് അതും 1010 2 അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് 10ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1010 1010. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ 2ൻ്റെ പവേഴ്സായിട്ട് എഴുതുക. അതായത് 2നെ 10ലേക്കല്ല മാറ്റുന്നത്. അപ്പോൾ 2ൻ്റെ പവേഴ്സായിട്ട് എഴുതുക. നേരത്തെ ഇവിടെ നമ്മൾ ഒക്ടലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 8ൻ്റെ പവേഴ്സായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു നമ്മുടെ വാല്യൂസിനെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2ൻ്റെ പവേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇവിടെ 2 raised to 0, then 2 raised to 1, then 2 raised to 2, then 2 raised to 3. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 raised to 0 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് ആണ് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 0 ഇൻറ്റു 2 raised to 0 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു 2 raised to 1. 2 raised to 1 എന്ന് പറഞ്ഞാൽ എന്താ 2 1. ഓക്കെ, അപ്പോൾ 1 star 2. ഇനി എന്താണ് 0 ഇൻറ്റു 2 raised to 2. 2 raised to 2 പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 0 star 4 പ്ലസ് ഇനി 1 ഇൻറ്റു 2 raised to 3. 1 ഇൻറ്റു 2 raised to 3 എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, 1 ഇൻറ്റു 8. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ എന്താ 0 ഇൻറ്റു 2 0 ആയിരിക്കും. 1 ഇൻറ്റു 2 2 ആയിരിക്കും. പിന്നെ 0 ഇൻറ്റു 4 0 ആയിരിക്കും. ദെൻ 1 ഇൻറ്റു 8 പറഞ്ഞാൽ 8 ആയിരിക്കും. അപ്പോൾ ആൻസർ എത്ര? 2 പ്ലസ് 8 വിച്ച് ഈസ് ഈക്വൽസ് ടു 10. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, 10. ഇനി ബൈനറി ടു ഹെക്സ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കാതിരിക്കരുത്, ചെയ്ത് നോക്കുക. 1010 2 ഇതിനെ കൺവേർട്ട് ചെയ്യണത് 16ലേക്കാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, സോറി 16ലേക്കാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യണത്, ബേസ് 16ലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെങ്കിൽ സോറി 1010 എന്നുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു 16ലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഈ പുറത്തുള്ള ട്രൂത്ത് ടേബിളാണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ 60 എന്ന് പറയുന്ന ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പൊസിഷൻ വേണം? 4 പൊസിഷൻസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 4 പൊസിഷൻസ് എടുക്കുമ്പോൾ ഇവിടെ 4 പൊസിഷൻസ് എടുക്കുമ്പോൾ എത്രയാണ് പൊസിഷൻ എടുക്കുന്നത്? ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. ഇവിടെ ഓൾറെഡി 4 പൊസിഷനായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 1010 എന്നുള്ള വാല്യൂ എന്നുള്ള വാല്യൂ ഇവിടെ ഏതിലാണ് വരുന്നത്? ഇവിടെ കണ്ടോ, 1010 എന്നുള്ള വാല്യൂ ആണ്. സോറി, ഇവിടെ 1010 എന്നുള്ള വാല്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽസ് ടു എ. ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി ആയിട്ട് എഴുതാം എ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 60. ഇതാണ് ബൈനറി ടു ഹെക്സ. ഇനി ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ ഏതൊക്കെ നമ്പർ സിസ്റ്റം പഠിച്ചു നമ്മൾ? ഇപ്പോൾ നമ്മൾ ഡെസിമൽ പഠിച്ചു, പിന്നെ ഒക്ടൽ പഠിച്ചു, ബൈനറി പഠിച്ചു. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമലിനെ ഏതൊക്കെ നമ്പറിലേക്ക് മാറ്റാം? ഹെക്സ ടു ബൈനറിയിലേക്ക് മാറ്റാം, ദെൻ ഒക്ടയിലേക്ക് മാറ്റാം, ദെൻ ഡെസിമലിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഹെക്സാഡെസിമലിനെ നമ്മൾക്ക് മാറ്റുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് A1 എന്ന് പറഞ്ഞൊരു നമ്പറാണ് 16. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പല ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് 2ലേക്ക് മാറ്റുന്നു, ദെൻ 8ലേക്ക് മാറ്റുന്നു, ദെൻ 10ലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹെക്സ ടു ബൈനറി. ഓക്കെ, ഹെക്സ ടു ബൈനറി പറയുമ്പോൾ A1
ഇനി നമ്മൾ ഈ A1നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഹെക്സയാണ് അല്ലേ, ഹെക്സിനെ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എക്സ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് നിർത്തിക്കും. ഈ എനെ നമ്മൾ ഇവിടെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന വാല്യൂനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 1010 എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ 1 എന്നുള്ളതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? 0001 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അതായത് 1010 ആൻഡ് 1 എന്ന് പറയുന്നതിനെ 0001. ഓക്കെ, ഇത്രയും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ 1010 then 0001. ഓക്കെ 1010 then 0001. ഓക്കെ, ഇതാണ് ഹെക്സാ ടു ബൈനറി. ഓക്കെ, ഇത്രയും സിമ്പിളാണ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, A1 A1നെ 1010 ആക്കിയിട്ട് നമ്മൾ എഴുതി. എനെ നമ്മൾ 1010 ആക്കി, പിന്നെ 1നെ നമ്മൾ 0001 ആക്കി എടുത്തു. എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്തു. അത്രേ ഉള്ളൂ, ഹെക്സാ ടു ബൈനറി. ഇനി ഹെക്സാ ടു ഒക്ട. ഹെക്സാ ടു ഒക്ട ആക്കുമ്പോൾ നമ്മൾ എന്താ, ഒന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ഒന്നിപ്പോൾ 16 ഫോർമാറ്റിലാണ്. ഇനി ഈ 16 ഫോർമാറ്റിൽ 16, അതായത് 4 പൊസിഷനുള്ള ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. ഇനി അതിന് 3 പൊസിഷനുള്ള ഒരു ഫോർമാറ്റിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളെടുത്തോ A1 എന്നുള്ള നമ്പർ ഉണ്ട്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കണ്ടോ 1010 then 0001 ഇങ്ങനെയുള്ളൊരു എക്സ്പാൻഷനിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, 4 പൊസിഷനായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇനി ഇതിനെ ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 3 പൊസിഷനുള്ള നമ്പേഴ്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അതായത് ഇതിനെ ആദ്യം കമ്പൈൻ ചെയ്യുക 1010 then 0001. ഇനി ഇതിനെ 3 പൊസിഷനായിട്ട് മാറ്റുക. അതായത് 1 പൊസിഷൻ, 2 പൊസിഷൻ, 3 പൊസിഷൻ, സ്പേസ് ഇട്ടു. ഇനി അടുത്തത് 1 പൊസിഷൻ, 2 പൊസിഷൻ, 3 പൊസിഷൻ, സ്പേസ് ഇട്ടു. ദെൻ അഗെയിൻ 1 പൊസിഷൻ, 2 പൊസിഷൻ. ഇനി ബാക്കിയുള്ളതിനെ ഒരു 0 ഇടുക. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് 010 എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ? ഓക്കെ, 010 പറഞ്ഞാൽ 2. ഓക്കെ, അപ്പോൾ 010 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കിട്ടി. ഇനി 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 പറഞ്ഞാൽ 4. ഓക്കെ, അപ്പോൾ ഇവിടെ 4 എന്ന് കിട്ടി. ഇനി 001 എന്താ? 001 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ 1 കിട്ടി. ഇനി ഇതിനെ കമ്പൈൻ ചെയ്ത് എന്താണ് ആൻസർ കിട്ടുക? 241. അതാണ് നമ്മുടെ ആൻസർ. അതായത് ഹെക്സാ ടു ഒക്ട 241 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഹെക്സാ ടു ഡെസിമൽ കൺവേർഷൻ എങ്ങനെ നോക്കാം. അതായത് ഇപ്പോൾ A1 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ഇതിന് നമുക്ക് 16 10ലേക്ക് മാറ്റണം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് ഇവിടെ 9th കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ഡിജിറ്റ് അല്ലേ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ 10 അല്ലേ, അപ്പോൾ 10 ആക്കി എഴുതുക. അതായത് നമ്മളിവിടെ ഡെസിമലിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്യുന്നത്, അപ്പോൾ 10 ആക്കിയിട്ട് എഴുതുക. പിന്നെ 1 ഉണ്ടല്ലേ, 1നെ നമ്മൾ 1 ആയിട്ട് തന്നെ എഴുതാം. ഇനി നമുക്കിതിനെ നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ പവറായിട്ട് എഴുതാം. അതായത് ഇവിടെ നമ്മൾ 10 ഏതിലേക്കാണ് മാറ്റേണ്ടത്? 16 എന്നല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 16ൻ്റെ പവറായിട്ട് നമുക്ക് ഇതിനെ എഴുതാം. 16⁻0. ഇനി ഇവിടെ 16⁻1 അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 സ്റ്റാർ 16⁻0. 16⁻0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 10 സ്റ്റാർ 16⁻1. 16⁻1 എന്ന് പറഞ്ഞാൽ 16. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എത്രയാണ്? 1 പ്ലസ് 10 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 160 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ 161 ആയിരിക്കും. അതായത് 161 ആയിരിക്കും. സോറി, ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 161. ഓക്കെ, ഇതാണ് ഹെക്സാ ടു ഡെസിമൽ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ഷോർട്ടായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം. ഇവിടെ നിങ്ങൾ ഡെസിമൽ എടുത്തോ. ഡെസിമലിൽ നിന്ന് ഏതൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് കണ്ടോ, ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡെസിമലിൽ നിന്ന് ഏതൊരു നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊരു നമ്പർ സിസ്റ്റം നൽകും. അതായത് ബൈനറി ഉണ്ട്,
ഒക്ടലുണ്ട്, ദെൻ ഹെക്സ് ഉണ്ട്. ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ഒരു പവർ എടുത്തുള്ള ടെക്നിക്ക്. മനസ്സിലായോ? ഈ പവർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടെക്നിക്ക് മനസ്സിലായില്ലേ? ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ 2ൻ്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഹെക്സിൽ നിന്ന് ഡെസിമലിലേക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ 16ൻ്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ 8ൻ്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഒക്ടൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ, അല്ലാതെ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമൽ അല്ലെങ്കിൽ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഒക്ടലിലേക്ക് അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ നമ്പറിനെ ബൈനറി ആക്കി എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഒക്ടലാണെന്നുണ്ടെങ്കിൽ 3 പൊസിഷൻ വെച്ചെടുക്കുക. അതുപോലെ തന്നെ ഹെക്സ ആണെന്ന് വേണ്ടതെങ്കിൽ 4 പൊസിഷനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷനായിട്ടുള്ള പാട്ടൊന്നുമില്ല. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ നോക്കുക, വാച്ച് ചെയ്യുക, വീണ്ടും കാണുക, മനസ്സിലാക്കുക. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ആയിരിക്കും. ഓക്കെ, ബിറ്റ് വൈസ് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ്, അങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ഒക്കെ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.